ഇന്ന് നമുക്ക് മത്തങ്ങ കൊണ്ട് പക്കോട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് മത്തങ്ങ ചെറിയ പീസാക്കി തൊണ്ട് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. വൃത്തിയാക്കിയ മത്തങ്ങ കഷ്ണങ്ങൾ നമുക്കൊരു ഗ്രേറ്റർ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്ററിൻ്റെ ഈ ഭാഗം വെച്ചിട്ട് വേണം അത് ഗ്രേറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ മത്തങ്ങ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത മത്തങ്ങ ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇനി പക്കോട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് കടലമാവ് നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത മത്തങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടിയും വേണം. നമുക്കിത് അരിപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കരുത്, കാരണം മത്തങ്ങയിൽ തന്നെ വെള്ളം ഉള്ളതുകൊണ്ട് നമുക്കിത് എളുപ്പത്തിൽ കുഴച്ചെടുക്കാൻ സാധിക്കും. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ എണ്ണ കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. എണ്ണ ചേർക്കുന്നത് നമ്മൾ പക്കോട ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവാനും ക്രിസ്പി ആവാനും വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് ഒരു ഡോ ആക്കി മാറ്റാം. ഇപ്പോൾ പക്കോട ഉണ്ടാക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് കുഴച്ചെടുത്ത് അപ്പോൾ തന്നെ നമുക്ക് പക്കോട ഉണ്ടാക്കാവുന്നതാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ചൂടാക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് അല്പം അകത്തി വേണം നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുക്കാൻ. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശവും നല്ല ബ്രൗൺ നിറമായി കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ ക്രിസ്പി ആയിട്ടുള്ള മത്തങ്ങ കൊണ്ടുള്ള പക്കോട റെഡിയായി കഴിഞ്ഞു. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ചായയോടൊപ്പം കഴിക്കാനായിട്ട് നല്ലൊരു സ്നാക്സാണിത്. കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു 4 മണി പലഹാരമാണിത്. നമുക്ക് ബാക്കിയുള്ള മാവും ഈ എണ്ണയിൽ നമുക്ക് പൊരിച്ചെടുക്കാം. എൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.